ഹലോ പ്രിയപ്പെട്ടവരെ, ഈ ബസ് യാത്ര ഒന്ന് നടത്തിയതാണ്. എല്ലാവരും പറയുന്നുണ്ട് പ്രിയദർശിനി സൗജന്യ ബസ് വന്നപ്പം പ്രൈവറ്റുകാർക്ക് ആളെ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാവേ. ഞാൻ ആലുവയിൽ നിന്ന് NAD വഴിയുള്ള എറണാകുളത്തുള്ള ബസ്സിൽ കയറിയതാണ്. ബസ്സിൻ്റെ അവസ്ഥ കണ്ടോട്ടോ. കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, മുമ്പിൽ 2 ചേച്ചിമാരുണ്ട്, പുറകിൽ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ സൗജന്യം കൊടുക്കുന്നതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർക്ക് പ്രശ്നമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സൗജന്യം കൊടുക്കാൻ കുഴപ്പമില്ല, എന്തെങ്കിലും പരിഗണന വെച്ച് കൊടുക്കണം. സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്കോ, വികലാംഗർ, ഭിന്നശേഷിക്കാർ, അങ്ങനെ സമൂഹത്തിൽ ഒരു കൈത്താങ്ങ് ആവശ്യമുള്ള ആളുകൾക്കായിരിക്കണം ഒരു സൗജന്യം കൊടുക്കേണ്ടത് എന്നൊരഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ഒരു ബസ്സിൻ്റെ അവസ്ഥയല്ല, പൊതുവെ എല്ലാ ബസ്സിൻ്റെയും അവസ്ഥയാണ്. യൂട്യൂബിൽ ഇട്ട് കൊടുക്കുക, സൗജന്യം പ്രിയദർശിനി വന്നുകൊണ്ടുള്ള പ്രശ്നം അല്ല. ഈ ട്രിപ്പ് അങ്ങനെയാണോ? അല്ല, മഴ കാരണമാണ്. ഇല്ലല്ലേ? അപ്പോൾ പ്രിയദർശിനി മാത്രമല്ല, ഈ റൂട്ടിൽ ഈ ടൈമിൽ ഇങ്ങനെയാണെന്നാണ് പറയണത്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം അടുത്ത യാത്രയുമായിട്ട്.